നമസ്കാരം. ഇന്നത്തെ കേരളത്തിലെ സാമ്പത്തിക സംവരണത്തിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. സാമൂഹ്യക്ഷേമ മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ടാണ് ബിൽ അവതരിപ്പിച്ചത്. ബില്ലിന്മേൽ ചർച്ച തുടരുന്നു. लोकसभा और राज्यसभा में एक बार नहीं अनेक बार माननीय सदस्यों ने प्रश्न के माध्यम से ये मांग की और इतना ही नहीं तो 21 बार प्राइवेट मेंबर बिल प्रस्तुत करके उस पर चर्चा करा करके ये मांग की. 10 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനം ആദ്യ വാക്ക് പാലിക്കണമെന്ന് കോൺഗ്രസ് ചർച്ചയിൽ പ്രതികരിച്ചു. You understand where we are now? We saw this bill only today. We didn't have the time even to go through the entire points in the bill. So, madam, this is something you are butchering Indian democracy. You are butchering Indian democracy. 2014 കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സാമ്പത്തിക സംവരണം ഉറപ്പു നൽകിയത് മറക്കരുതെന്നായിരുന്നു. ഇതിന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ മറുപടി. 50% राज्यों की भी स्वीकृति इसके लिए चाहिए होगी. अगर संविधान की जो संशोधन करने की धारा है आर्टिकल 368 उसको पढ़ ले तो जो पार्ट 3 जिसमें फंडामेंटल राइट्स हैं उसके संशोधन के लिए राज्यों में जाने की आवश्यकता नहीं. അതിനിടെ പ്രതിപക്ഷ വിയോജിപ്പുകൾക്കിടെ പൌരത്വ ബിൽ ലോക്സഭ പാസാക്കി. തൊഴിലാളി സംഘടനാ ഭേദഗതി ബില്ലും ലോക്സഭ പാസാക്കി. കെ.പി. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ലോക്സഭയിൽ നിന്നുള്ള വിവരങ്ങൾ. കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അനുമതി നൽകിയ സാമ്പത്തിക സംവരണ ബിൽ ഇന്ന് സാമൂഹ്യക്ഷേമ മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ടാണ് അവതരിപ്പിച്ചത്. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുടെ പുരോഗതിയാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യമെന്നും അതിന്റെ ഭാഗമായാണ് ബില്ല് അവതരിപ്പിക്കുന്നത് എന്നുമായിരുന്നു ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞത്. പിന്നീട് കോൺഗ്രസിൽ നിന്ന് കെ.വി. തോമസ് എംപിയാണ് സംസാരിച്ചത്. JPC സംയുക്ത പാർലമെന്ററി സമിതിക്ക് ബിൽ വിടണം എന്ന ആവശ്യമുന്നയിച്ച കെ.വി. തോമസ് കേന്ദ്ര സർക്കാരിനെ പരിഹസിക്കുകയും ചെയ്തു. 2014 തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവിൽ 10 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഭരണം അവസാനിക്കുകയാണ്. എവിടെയാണ് തൊഴിൽ നൽകിയത് എന്ന് കെ.വി. തോമസ് ചോദിച്ചു. ഇതേ നാണയത്തിൽ തന്നെയായിരുന്നു കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി തിരിച്ചടിച്ചത്. അതായത് കണ്ണിൽ പൊടിയിടുന്ന സമീപനമാണ് സാമ്പത്തിക സംവരണമെങ്കിൽ അങ്ങനെ പൊടിയിട്ടത് 2014 കോൺഗ്രസ് ആണ് എന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ തന്നെ സാമ്പത്തിക സംവരണം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നുവെന്നും ഈ പ്രകടന പത്രികയുടെ ഭാഗം കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അരുൺ ജെയ്റ്റ്ലി മറുപടി നൽകിയത്. പിന്നീട് അണ്ണാ DMK ആണ് വിഷയത്തിൽ സംസാരിച്ചത്. തമ്പിദുരൈ പറഞ്ഞത് സാമൂഹികമായ സംവരണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, എങ്കിലും സാമ്പത്തിക സംവരണത്തോട് വിയോജിപ്പില്ല എന്ന സമീപനം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് സമയോചിതമായ ഒരു നീക്കമല്ല, ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കം തന്നെയെന്ന് വിമർശനം ഉന്നയിക്കുമ്പോഴും സാമ്പത്തിക സംവരണത്തെ അനുകൂലിക്കുന്നതായും പറയുന്നു. ഇത്തരത്തിൽ 523 അംഗങ്ങളാണ് ഇപ്പോൾ ലോക്സഭയിലുള്ളത്. അതായത് ബിൽ പാസ്സാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷം വേണം. 349 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചാൽ മാത്രമേ ബിൽ പാസ്സാകുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ 343 പേരുടെ അംഗങ്ങളുടെ പിന്തുണയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. 130ഓളം അംഗങ്ങൾ നിഷ്പക്ഷമായും നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇവരിൽ നിന്ന് പിന്തുണ ലഭിച്ചുകൊണ്ട് ആവശ്യമായ 349 എന്ന സംഖ്യയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് പ്രതിപക്ഷ വിയോജിപ്പുകളെ മറികടന്നുകൊണ്ട് അസം പൗരത്വ ബിൽ സഭ പാസാക്കിയെടുത്തത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറുന്ന ഹൈന്ദവ, ക്രൈസ്തവ, ജൈന മതവിഭാഗങ്ങളിൽപ്പെട്ട പൗരന്മാർക്ക് പൗരത്വം നൽകുന്ന ബില്ലാണ് പാസ്സാക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെയാണ് തൊഴിലാളി സംഘടനാ ഭേദഗതി ബിൽ ഇന്ന് പാസ്സാക്കിയത്. ബിൽ അവതരിപ്പിച്ച വേളയിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ വലിയ പ്രതിഷേധമായിരുന്നു ഉയർത്തിയത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ തൊഴിൽ സംവിധാനങ്ങളെ ഒന്നടങ്കം താറുമാറാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും സാമ്പത്തിക സംവരണ ബില്ലിന്മേൽ ലോക്സഭയിൽ ഇപ്പോഴും ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചകൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. ശരി അഭിലാഷ്. സാമ്പത്തിക സംവരണ ബില്ലിൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കെ.പി. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. പൌരത്വ ഭേദഗതി ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ വിവേചനത്തെ നിയമവിധേയമാക്കാനുള്ള നിയമനിർമ്മാണത്തിനാണ് ശ്രമിക്കുന്നതെന്ന് P.K. കുഞ്ഞാലിക്കുട്ടി MP. ലോക്സഭയിൽ ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. First amendment of the same constitution to protect the citizen of this country, the same constitution being amended to discriminate them. In that way, it is a black day in the history of this secular nation. There is no doubt about that.
സാമ്പത്തിക സംവരണം പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണത്തെ ബാധിക്കില്ലെന്ന് ബി.ജെ.പി. അധ്യക്ഷൻ അമിത്ഷാ. യുവാക്കൾക്ക് നീതി ഉറപ്പുവരുത്തുന്നതാണ് നീക്കം. തീരുമാനം ചരിത്രപരമാണെന്നും അമിത്ഷാ പറഞ്ഞു. സാമ്പത്തിക സംവരണത്തിനുള്ള കേന്ദ്ര ബിൽ രാഷ്ട്രീയ തന്ത്രം മാത്രമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ. തിടുക്കത്തിൽ കേന്ദ്രമന്ത്രിസഭ തീരുമാനമെടുത്തതിലൂടെ തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിൽ മോദി സർക്കാരിന്റെ പരാജയം തുറന്നുകാട്ടപ്പെട്ടു. മണ്ഡൽ കമ്മീഷൻ കാലം മുതൽ തന്നെ സാമ്പത്തിക സംവരണം ആവശ്യപ്പെടുന്ന പാർട്ടിയാണ് സിപിഎം. വരുമാന പരിധി 8 ലക്ഷം രൂപയെന്നതടക്കമുള്ള മാനദണ്ഡങ്ങൾ അർഹരായവർക്ക് തന്നെ സംവരണം ലഭിക്കുമോ എന്ന സംശയമുണ്ടാക്കുന്നു. തൊഴിലാളികളുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കാത്ത സർക്കാരാണ് സംവരണം മുന്നോട്ടുവയ്ക്കുന്നത്. വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ ബിൽ പാർലമെന്റിൽ കൊണ്ടുവരാനാവൂവെന്നും PB വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. പണിമുടക്കിൽ വലഞ്ഞ് ജനം. BMS ഇതര തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ കേരളത്തിൽ ജനജീവിതം സ്തംഭിച്ചു. KSRTC സർവീസ് നടത്തിയില്ല. സമരക്കാരുടെ പിക്കറ്റിംഗിൽ ട്രെയിൻ ഗതാഗതവും താറുമാറായി. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും നിശ്ചലമായി. അർദ്ധരാത്രിയോടെ ആരംഭിച്ച പണിമുടക്കിന്റെ ഭാഗമായി പുലർച്ചെ 5-ന് വേണാട് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് സമരക്കാർ തടഞ്ഞു. ജനശതാബ്ദി, രപ്തിസാഗർ, തിരുവനന്തപുരം, നാഗർകോവിൽ പാസഞ്ചർ തുടങ്ങിയവയും തടഞ്ഞതോടെ ട്രെയിൻ ഗതാഗതം താറുമാറായി. വേണാട് എക്സ്പ്രസ് 1.5 മണിക്കൂറും മറ്റ് ട്രെയിനുകൾ അരമണിക്കൂറും വൈകി. സർവീസ് മുടക്കരുതെന്ന് MD ആവശ്യപ്പെട്ടെങ്കിലും KSRTCയിൽ ജീവനക്കാരും എത്തിയില്ല. പമ്പയിലേക്ക് മാത്രമാണ് സർവീസ് നടന്നത്. ഓട്ടോ, ടാക്സി തൊഴിലാളികളും പണിമുടക്കി. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ചുരുക്കം ചില ഓട്ടോകൾ സർവീസ് നടത്തി. തലസ്ഥാന ജില്ലയിൽ സമരാനുകൂലികൾ പല സ്ഥലത്തും വാഹനങ്ങൾ തടഞ്ഞു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. സർവീസ് സംഘടനകളും അധ്യാപക സംഘടനകളും പണിമുടക്കിയതോടെ സർക്കാർ ഓഫീസുകളിൽ അവധിയുടെ പ്രതീതിയായിരുന്നു. 4860 പേർ ജോലി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിൽ ഇന്ന് ജോലിക്കെത്തിയത് 111 പേർ മാത്രം. മന്ത്രിമാരും ഓഫീസിലെത്താതെ പണിമുടക്കിന് ഐക്യദാർഢ്യം അറിയിച്ചു. പണിമുടക്കിയ ട്രേഡ് യൂണിയനുകളുടെയും സർവീസ് സംഘടനകളുടെയും പ്രതിഷേധ മാർച്ച് തിരുവനന്തപുരത്ത് നടന്നു. 48 മണിക്കൂർ പണിമുടക്കിന്റെ ആദ്യ ദിനം സംസ്ഥാനത്ത് സമരം പൂർണ്ണമായിരുന്നു. പണിമുടക്കെങ്കിലും പ്രതീതി ഹർത്താലിന്റേതായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രതിഫലനമുണ്ടാക്കി പൊതുപണിമുടക്ക്. ഡൽഹി അടക്കം വൻ നഗരങ്ങളിലെ വ്യാവസായിക മേഖലകളിൽ തൊഴിലാളികൾ പണിമുടക്കി. മിക്ക സംസ്ഥാനങ്ങളിലും തീവണ്ടി, റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. കേരളത്തിൽ പൂർണ്ണമായിരുന്നെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ ഭാഗികമായിരുന്നു പൊതുപണിമുടക്ക്. ഡൽഹിയിലെ പട്പഡ്ഗഞ്ച്, ദേശീയ തലസ്ഥാന മേഖലയോട് ചേർന്ന് കിടക്കുന്ന നോയിഡ, ഗുഡ്ഗാവ്, ഫരീദാബാദ് എന്നിവിടങ്ങളിൽ തൊഴിലാളികൾ പണിമുടക്കി. കൊൽക്കത്തയിൽ പലയിടത്തും ട്രെയിൻ, റോഡ് ഗതാഗതം പണിമുടക്കാനുകൂലികൾ തടഞ്ഞു. അസൻസോളിൽ CPM തൃണമൂൽ പ്രവർത്തകർ ഏറ്റുമുട്ടി. ശ്രീരാംപൂരിൽ സമരക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി. അതേസമയം പലയിടത്തും സ്കൂളുകളും സർക്കാർ ഓഫീസുകളും തുറന്നു പ്രവർത്തിച്ചു. ഒഡീഷയിൽ തൊഴിലാളികൾ ദേശീയപാത സ്തംഭിപ്പിച്ചു. അസമിലും ബീഹാറിലും തൊഴിലാളികൾ പ്രകടനം നടത്തി. മുംബൈയിൽ ബസ് ജീവനക്കാർ പണിമുടക്കിൽ അണിചേർന്നത് ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. ബംഗളൂരുവിൽ പണിമുടക്ക് ഭാഗികമായിരുന്നു. ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇടത്-MPമാർ പാർലമെന്റിൽ ധർണ നടത്തി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ദേശീയ പണിമുടക്ക് ശബരിമല തീർത്ഥാടകരെയും ബാധിച്ചു. ട്രെയിൻ മാർഗമെത്തിയ തീർത്ഥാടകരാണ് പണിമുടക്കിൽ വലഞ്ഞത്. അതേസമയം പമ്പയിലേക്കുള്ള KSRTC സർവീസുകൾ സാധാരണ നിലയിലായിരുന്നു. നിലയ്ക്കലും പമ്പയിലും ഇന്നലെ എത്തിയ തീർത്ഥാടകർ പുലർച്ചെ ദർശനം നടത്തി. രാവിലെയുണ്ടായ തിരക്ക് വൈകിട്ടോടെ കുറഞ്ഞു. സാധാരണഗതിയിൽ മകരവിളക്ക് സീസണിലെ ഈ ദിവസങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. പലയിടത്തും ട്രെയിൻ അടക്കമുള്ളവ തടഞ്ഞ സാഹചര്യത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് യാത്ര തുടങ്ങിയ തീർത്ഥാടകർ വഴിയിൽ ബുദ്ധിമുട്ടി. KSRTC പമ്പയിലേക്കുള്ള സർവീസുകൾ സാധാരണ നിലയിൽ നടത്തി. തീർത്ഥാടകർ സഞ്ചരിച്ച സ്വകാര്യ വാഹനങ്ങളെ പണിമുടക്ക് ബാധിച്ചില്ല. എന്നാൽ നിലയ്ക്കലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ തിരക്ക് ഇന്ന് അനുഭവപ്പെട്ടില്ല. ബാധിച്ചിട്ടുണ്ട്. കടകളെല്ലാം തുറന്നിരുന്നു. ഭക്ഷണം കാര്യങ്ങളെല്ലാം പ്രശ്നമില്ലായിരുന്നു. நம்ம அங்கிருந்து வந்த சன்னிதானத்தை முடிச்சாச்சு.
ഒന്നും പ്രശ്നമില്ല. 22 കൊല്ലത്തിൽ വെച്ച് ഇതാണ് ക്യൂ കുറവായിട്ട് പടിയിലൊക്കെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നാളെയും പണിമുടക്ക് തുടരുന്നതിനാൽ മലയാളികൾ അടക്കമുള്ള തീർത്ഥാടകർ കൂടുതലായും മകരവിളക്കിനോട് അടുത്ത ദിവസങ്ങളിലാകും ദർശനത്തിനെത്തുക. പണിമുടക്കിന്റെ ഭാഗമായി പലയിടത്തും തീവണ്ടികൾ തടഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകരെ വലച്ചു. അതേസമയം KSRTC സർവീസുകൾ ഇവർക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്തു. സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ പ്രവീൺ നെല്ലിമൂടിനൊപ്പം ജോയ് നായർ, ന്യൂസ് 18. രാഷ്ട്രീയ വിവാദമായി കൊല്ലം ബൈപ്പാസ്. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ NK പ്രേമചന്ദ്രൻ MP മുഖ്യമന്ത്രി പിണറായി വിജയനെ ബൈപ്പാസ് ചെയ്തതായി ആരോപണം. BJPയുമായുള്ള ഒത്തുകളിയുടെ ഭാഗമായാണ് NK പ്രേമചന്ദ്രന്റെ ഇടപെടലെന്നാണ് CPM ഉയർത്തുന്ന ആക്ഷേപം. ഈ മാസം 15-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ രാഷ്ട്രീയ വിവാദം മുറുകുകയാണ്. ഫെബ്രുവരി 2-ന് ഉദ്ഘാടനം തീരുമാനിച്ച സംസ്ഥാന സർക്കാരിനെ മറികടന്ന് NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചുവെന്നാണ് CPMന്റെ ആരോപണം. ഇത് NK പ്രേമചന്ദ്രനും BJP നേതാക്കളുമായുള്ള ധാരണ പ്രകാരമാണെന്നും CPM ആരോപിക്കുന്നു. പഴയകാലത്ത് തുടങ്ങിവെച്ച BJPയുമായിട്ടുള്ള ബന്ധം അതിനേക്കാൾ ശക്തിയായ നിലയിൽ കൊണ്ടുപോകുന്ന നിലയിലത്തേക്കാണ് BJP നേതാക്കന്മാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടാതെ കൊല്ലത്തെ MP ബന്ധപ്പെട്ടിട്ടുള്ളൂ. 4 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള കൊല്ലം ബൈപ്പാസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് LDF ആണെന്നും അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാനാണ് NK പ്രേമചന്ദ്രൻ ശ്രമിക്കുന്നതെന്നും CPM ആരോപിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ പ്രേമചന്ദ്രനെതിരെ ബൈപ്പാസ് വിവാദം പ്രചരണായുധമാക്കാനും CPM ലക്ഷ്യമിടുന്നു. എന്നാൽ പ്രധാനമന്ത്രി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ല. അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പിന്നെ അതിന് ഇവിടെ ലൈറ്റിന്റെ കാര്യമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം പൂർത്തീകരിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഒരു പ്രധാനമന്ത്രി ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പിന്നെ മാറ്റിവെക്കേണ്ട കാര്യമില്ലല്ലോ. ജനുവരി 15-ന് വൈകിട്ട് 5:30-ക്കാണ് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം. ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി NK പ്രേമചന്ദ്രൻ MPയാണ് മാധ്യമങ്ങളെ ആദ്യം അറിയിച്ചത്. ന്യൂസ് 18 കൊല്ലം. 2 യുവതികൾ ശബരിമല കയറിയതിനു പിന്നിൽ രഹസ്യ അജണ്ടയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതല്ലേ എന്ന് ഹൈക്കോടതി. യുവതികൾക്ക് മല കയറാൻ പ്രത്യേക പോലീസ് സുരക്ഷ ഒരുക്കുന്നതിനെ എതിർത്ത് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. യുവതീ പ്രവേശനത്തെ തുടർന്നുണ്ടായ അക്രമങ്ങളിൽ മുൻ DGP സെൻകുമാർ അടക്കമുള്ളവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. യുവതികൾക്ക് ശബരിമല പ്രവേശനത്തിന് പ്രത്യേക പോലീസ് സുരക്ഷ ഒരുക്കുന്നതിനെ എതിർത്താണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർ പമ്പയിലും സന്നിധാനത്തും കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് ഏറിവരുന്ന ഘട്ടത്തിൽ യുവതികൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കുന്നത് പോലീസിന് വെല്ലുവിളിയാകുമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് യുവതികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ. ആരുടെയെങ്കിലും നിർബന്ധപ്രകാരമാണോ യുവതികൾ എത്തിയത് എന്ന് കോടതി ആരാഞ്ഞു. സർക്കാരിന് അജണ്ട ഉണ്ട് എന്ന് പറയുന്നില്ല, എന്നാൽ അജണ്ട ഉള്ളവരെ തിരിച്ചറിയാൻ കഴിയണമെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കരുതെന്ന ഉത്തരവ് പോലീസ് എന്തടിസ്ഥാനത്തിലാണ് ലംഘിച്ചതെന്നും കോടതി ചോദിച്ചു. ഇക്കാര്യത്തിൽ രേഖാമൂലം വിശദീകരണം നൽകാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകി. ശബരിമല ആർക്കും പ്രതിഷേധിക്കാനുള്ള വേദിയല്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. യുവതി പ്രവേശനത്തെ തുടർന്നുണ്ടായ അക്രമങ്ങളിലെ നഷ്ടം കർമ്മസമിതി നേതാക്കളിൽ നിന്നും ഈടാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ മുൻ DGP TP സെൻകുമാർ, PSC മുൻ ചെയർമാൻ KS രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ഹൈക്കോടതി വിശദീകരണം തേടി. പമ്പയിലേക്ക് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് അനുവദിക്കുന്നതിൽ സർക്കാർ ഉടൻ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. 2 ദിവസത്തിനകം തീരുമാനമെടുത്തില്ലെങ്കിൽ കോടതി ചിലവ് പിഴയൊടുക്കേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 കൊച്ചി. ശബരിമല വിഷയം NDAക്ക് ഗുണം ചെയ്യുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. CPMന്റെ വാട്ടർലൂ ആയിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ശബരിമല വിഷയത്തിൽ തങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കൊച്ചിയിൽ NDA യോഗത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീധരൻപിള്ള. ഈ സ്റ്റാലിനിസം ഏറ്റവും പൈശാചികമായ ഒരാശയമാണ്. ആ സ്റ്റാലിനിസത്തെ നെഞ്ചിലെത്തുന്ന ലോകത്തിലെ 131 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളൂ CPIM. അതുകൊണ്ടാണല്ലോ എതിരാളികളെ ഞങ്ങളെല്ലാം വേട്ടയാടുകയല്ലേ. വേട്ടയാടപ്പെടുന്ന ഒരു വിഭാഗം എന്നുള്ള നിലക്ക് ജനങ്ങൾ ഞങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. അത് ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നു. എതിർക്കുന്നവന് പോലും ആ നീതി കൊടുക്കേണ്ടത് ആരാ? പ്രൈം മിനിസ്റ്റർ, മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഞാൻ വെച്ചു പൊറുപ്പിക്കില്ല, അടിച്ചമർത്തുമെന്നാണ്. ഈ അടിച്ചമർത്തൽ നയമാണ് അവരുടെ വാട്ടർലൂ ആയിട്ട് മാറാൻ പോകുന്നത്. പമ്പ നിലയ്ക്കൽ റൂട്ടിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിന് നിയന്ത്രണ വിധേയമായ അനുമതി നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് സർക്കാർ. KSRTCക്ക് ഇത് വരുമാന നഷ്ടമുണ്ടാക്കും. പമ്പയിൽ പാർക്കിംഗ് ഏർപ്പെടുത്തുന്നത് പ്രതിസന്ധിയിലാകുമെന്നും അടുത്ത ദിവസം ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുമെന്നും ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. KSRTCക്ക്
ഇപ്പോഴത്തെ അവസ്ഥയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം ഗണ്യമായി കുറയുന്നതിന് ഇടയാകും. മാത്രമല്ല, ഇനി വരുന്ന മകരവിളക്ക് കാലത്താണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ സാധാരണയായി ഈ സന്നിധാനത്തും പമ്പയിലും ഒക്കെ എത്തിച്ചേരുന്നത്. അവിടെ കൂടുതൽ വാഹനങ്ങൾ എത്താനിടയാകുന്ന ഏത് തീരുമാനവും ഭക്തജനങ്ങൾക്ക് അസൗകര്യമാണ് ഉണ്ടാക്കുക. എന്നിരുന്നാൽ പോലും കോടതിയോടുള്ള ആദരവ് പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്ക് ഇന്ന് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹർത്താൽ ദിനത്തിൽ കേരളം ഏറ്റവും ശ്രദ്ധിച്ച സംഭവം നടന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിലായിരുന്നു. കരുത്തു തെളിയിക്കാൻ ബൈക്ക് റാലി നടത്തിയവർ ചിതറിയോടുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. അന്ന് അവർ ഉപേക്ഷിച്ച ആ ബൈക്കുകൾ ഇപ്പോൾ ചങ്ങരംകുളം സ്റ്റേഷനിലാണുള്ളത്. ഇങ്ങനെയാണ് ആ ശക്തി പ്രകടന ബൈക്ക് റാലി ഓട്ട മത്സരമായത്. ഹർത്താൽ അനുകൂലികളുടെ ബൈക്ക് റാലി CPM പ്രതിഷേധക്കാരുടെ സമീപത്തേക്ക് വന്നതോടെ പോലീസ് ലാത്തി വീശി. അതോടെ എല്ലാവരും ചിതറിയോടി. അന്ന് രക്ഷപ്പെട്ടവരെ കാത്ത് 35 ബൈക്കുകളാണ് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലിരിക്കുന്നത്. ബൈക്കുകളുടെ നമ്പർ പരിശോധിച്ച് ഉടമസ്ഥരെയൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് പ്രശ്നങ്ങളിലുള്ള പങ്ക് കൂടി മനസ്സിലാക്കിയ ശേഷമേ അടുത്ത നടപടിയെടുക്കൂ. ഇതിനായി സ്ഥലത്തെ CCTV ദൃശ്യങ്ങളും മാധ്യമപ്രവർത്തകർ പകർത്തിയ ദൃശ്യങ്ങളുമെല്ലാം പോലീസ് പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. പലരും ബൈക്കുകൾ അന്വേഷിച്ചും നിരപരാധിത്വം വിശദീകരിച്ചുമൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ആരും ഇതുവരെ നേരിൽ വരാൻ തയ്യാറായിട്ടില്ലെന്ന് ചങ്ങരംകുളം പോലീസ് പറയുന്നു. ഇതുവരെ 15 പേരെയാണ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. പിടിയിലായവരെല്ലാം BJP ബന്ധമുള്ളവരാണ്. കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ പിടിയിലാകുമെന്നും പോലീസ് പറയുന്നു. അതേസമയം പൊന്നാനിയിൽ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. BJP പ്രവർത്തകനായ പൊന്നാനി സ്വദേശി രാംദാസ് ആണ് അറസ്റ്റിലായത്. ഇയാൾ എറിയുവാൻ വേണ്ടി കല്ല് പെറുക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇതോടെ പൊന്നാനിയിൽ പോലീസിനെ ആക്രമിച്ചതിന് പിടിയിലായവരുടെ എണ്ണം 8ആയി. CB അനുമോദ്, ന്യൂസ് 18 മലപ്പുറം. വാർത്തകളിലേക്ക്. സ്വകാര്യ സ്വത്ത് നശിപ്പിച്ചാൽ ജീവപര്യന്തം വരെ തടവും പിഴയും ശിക്ഷ നൽകുന്ന നിയമം പ്രാബല്യത്തിൽ. മന്ത്രിസഭ പാസാക്കിയ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടു. ശിക്ഷാ നടപടികൾക്ക് വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം വിലക്കുന്നതിനും നിയമമായി. ഹർത്താലുകളുടെയും വർഗീയ സംഘർഷങ്ങളുടെയും മറവിൽ സ്വകാര്യ സ്വത്ത് നശിപ്പിച്ചാൽ തടവ് ശിക്ഷ നൽകാവുന്ന നിയമം സംസ്ഥാനത്ത് നിലവിൽ വന്നു. ഇന്നലത്തെ പ്രത്യേക മന്ത്രിസഭായോഗം പാസാക്കിയ ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകി. സ്വകാര്യ സ്വത്തുക്കൾക്ക് നാശമുണ്ടാക്കിയതായി തെളിഞ്ഞാൽ 5 വർഷം വരെ തടവും പിഴയും വിധിക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സ്ഫോടക വസ്തുക്കളോ തീയോ ഉപയോഗിച്ച് നാശമുണ്ടാക്കുന്നവർക്ക് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാം. കുറ്റാരോപിതർക്ക് ജാമ്യം നൽകുന്നതിനും കർശന വ്യവസ്ഥകളുണ്ട്. പ്രോസിക്യൂഷന്റെ ഭാഗം കൂടി കേട്ട ശേഷം നഷ്ടത്തിന്റെ പകുതി തുക കെട്ടിവച്ചാലേ ജാമ്യം ലഭിക്കൂ. ശിക്ഷാ നടപടികൾക്ക് വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം തടയുന്ന ഓർഡിനൻസിലും ഗവർണർ ഒപ്പിട്ടു. ഇതിനായി കേരള പോലീസ് ആക്ടിലെ 101(6) വകുപ്പ് ഭേദഗതി ചെയ്തു. ശിക്ഷാ നടപടികൾ പ്രമോഷന് തടസ്സമായി പരിഗണിക്കരുതെന്നാണ് 101(6) വകുപ്പ് പറയുന്നത്. സർക്കാർ സർവീസ് ചട്ടപ്രകാരം അന്വേഷണമോ അച്ചടക്ക നടപടിയോ നേരിടുന്ന ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകില്ല. എന്നാൽ പോലീസിൽ ഇത് ഇതുവരെയും നടപ്പാക്കിയിരുന്നില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ബന്ദിപ്പൂർ വനത്തിലൂടെയുള്ള രാത്രിയാത്രാ നിരോധനത്തിൽ വനത്തിലൂടെ മേൽപ്പാലം എന്ന ശുപാർശ തള്ളി കേന്ദ്രം. തിത്തിമതി ഗോണിക്കുപ്പ കുട്ട ബദൽ പാതയാണ് പരിഹാരമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. M. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വാർത്തയുടെ വിശദാംശങ്ങൾ. ധന്യ, വയനാട് ബന്ദിപ്പൂർ രാത്രി യാത്രാ നിരോധനത്തിന് പരിഹാരമായി കേന്ദ്ര ഗതാഗത സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതി നൽകിയ ശുപാർശയാണ് വനത്തിലൂടെ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത്. 4 മേൽപ്പാലങ്ങൾ നിർമ്മിക്കാനുള്ള ശുപാർശയാണ് സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് രൂപീകരിച്ച സമിതി സമർപ്പിച്ചിരുന്നത്. ഈ ശുപാർശയെ വളരെ ശക്തമായി തന്നെ കർണാടക എതിർത്തിരുന്നു. മാത്രമല്ല, പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഈ പദ്ധതിയെപ്പറ്റി ആശങ്കയുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ശുപാർശയോട് ഒരു തരത്തിലും യോജിപ്പില്ല എന്നാണ് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി മഹേഷ് ശർമ്മ പാർലമെന്റിൽ അറിയിച്ചിരിക്കുന്നത്. MP വീരേന്ദ്രകുമാർ MPയുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം സഭയിൽ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഈ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് പകരം ബദൽ പാത എന്ന പദ്ധതിയാണ് കൂടുതൽ ഉചിതമാകുക. തിത്തിമതി ഗോണിക്കുപ്പ കുട്ട ബദൽ പാതയിലൂടെ ആ പാത അറ്റകുറ്റപ്പണി നടത്തി കൂടുതൽ സജ്ജമാക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ രാത്രിയാത്രാ നിരോധനത്തിന് കൂടുതൽ ഫലപ്രദമായ പരിഹാരം കാണാനാകുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണനയിലിരിക്കെയുള്ള കേന്ദ്രത്തിന്റെ നിലപാട് കോടതി നടപടികളെ തന്നെ സ്വാധീനിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് കൃത്യമായ ഒരു പരിഹാരമില്ലാതെ നടപടികൾ ഒരുപക്ഷെ നീണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്. അത് കേരളത്തിനും തിരിച്ചടിയായി മാറിയേക്കാം.
ശരി ഉണ്ണി. KPCC പുനഃസംഘടനാ ചർച്ച ഇന്ന് രാത്രി 8 മണിക്ക് AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ചർച്ച നടത്തും. 15 ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ പരമാവധി 30 പേരെ ഭാരവാഹികളാക്കാനാണ് നീക്കം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എത്രയും പെട്ടെന്ന് പുനഃസംഘടന പൂർത്തിയാക്കണമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ ആവശ്യം. ഭാരവാഹികളുടെ സാധ്യതാ പട്ടിക മുൻനിർത്തിയാണ് ഡൽഹിയിലെ ചർച്ചകൾ. ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം പരമാവധി കുറയ്ക്കാനാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ തീരുമാനം. 15 ജനറൽ സെക്രട്ടറിമാർ, 30 സെക്രട്ടറിമാർ എന്ന രീതിയിൽ പുനഃസംഘടനയാണ് ആലോചനയിൽ. ശൂരനാട് രാജശേഖരൻ, തമ്പാനൂർ രവി, മുൻ DCC പ്രസിഡന്റുമാരായ K. സുരേന്ദ്രൻ, മുഹമ്മദ് കുഞ്ഞി, റോയ് K. പൌലോസ് എന്നിവരുടെ പേരുകളാണ് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണനയിൽ. ഗ്രൂപ്പ് സമവാക്യങ്ങളും മതസാമുദായിക സാധ്യതകളും പരിഗണിക്കും. മുൻ DCC പ്രസിഡന്റുമാരെ പരമാവധി ഉൾപ്പെടുത്തും. പട്ടിക സംബന്ധിച്ച അവസാനവട്ട ചർച്ചയാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി നടത്തുന്നത്. ഡൽഹിയിലുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹവുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചർച്ച നടത്തിയിരുന്നു. AK ആന്റണി അടക്കമുള്ള ഹൈക്കമാൻഡ് നേതാക്കളും പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് 18 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുമെന്ന് ശ്രീധരൻപിള്ള. ഫെബ്രുവരി 20-നുള്ളിൽ NDA ലോക്സഭാ കൺവെൻഷൻ നടത്തും. നിലവിലെ അന്തരീക്ഷം NDAയ്ക്ക് അനുകൂലമാണ്. 16-ന് 11 ജില്ലാ കേന്ദ്രങ്ങളിൽ NDAയുടെ നേതൃത്വത്തിൽ ഉപവാസം നടത്തും. പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന 3 ജില്ലകളിലെ ഉപവാസത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പരാജയപ്പെടുത്താൻ പ്രവർത്തകരെ കൂടുതലായി അറസ്റ്റ് ചെയ്യുന്നുവെന്നും ശ്രീധരൻപിള്ള ആരോപിച്ചു. NDAയുടെ സംസ്ഥാന തലയോഗം, കമ്മിറ്റി യോഗം ഇവിടെ ചേർന്ന് ആസന്നമായ തെരഞ്ഞെടുപ്പിൽ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും, പാർലമെൻറ്റ് നിയോജകമണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരം, നമ്മുടെ പ്രധാനമന്ത്രി വരുന്ന ജില്ല ഒഴികെ 3 ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും 11 ജില്ലകളിലും 16-ാം തീയതി NDAയുടെ നേതൃത്വത്തിൽ ഉപവാസം നടത്തുന്നു. സാമ്പത്തിക സംവരണത്തെ പിന്തുണച്ച് BDJS പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. സാമ്പത്തിക സംവരണം എല്ലാ വിഭാഗങ്ങളിലെയും പിന്നോക്കക്കാർക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കേണ്ട കാര്യമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള എന്താ, അത് ഇവിടെ എല്ലാ സമുദായത്തിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കാണ് സംവരണം കൊടുക്കുന്നതാണ്. അതിനെ ആരും എതിർക്കാൻ കഴിയില്ല. ഇപ്പോൾ SNDP പറഞ്ഞിട്ടുള്ളത് വേറെ തരത്തിൽ, കാരണം ഈ സംവരണം കൊടുക്കുന്ന എതിരല്ല. പക്ഷേ സാമ്പത്തിക സംവരണം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അത് പഠനം നടത്തിയ ശേഷം വേണം നടപ്പിലാക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ എല്ലാ സമുദായത്തിനും കൊടുക്കുകയാണെന്നുള്ള ആർക്കും എതിർപ്പില്ല, അത്രേ ഉള്ളൂ. ഇന്നലെ KSRTC നേടിയത് റെക്കോർഡ് കളക്ഷൻ. 8,54,77,240 രൂപയാണ് KSRTCയുടെ ഇന്നലത്തെ വരുമാനം. ജീവനക്കാരുടെയും സർവീസുകളുടെയും എണ്ണം താരതമ്യേന കുറവായിരിക്കെയാണ് ഇത്തരമൊരു നേട്ടമെന്നതാണ് പ്രത്യേകത. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നേടിയ 8,50,68,777 രൂപയുടെ കളക്ഷൻ റെക്കോർഡാണ് KSRTC ഇന്നലെ മറികടന്നത്. 5,558 ബസ്സുകളും ഡ്രൈവറും കണ്ടക്ടർമാരുമായി 19,000 പേരുള്ളപ്പോഴായിരുന്നു 2018-ലെ വരുമാന നേട്ടം. എന്നാൽ ഇപ്പോൾ റെക്കോർഡ് മറികടക്കുമ്പോൾ ബസ്സുകളുടെ എണ്ണത്തിൽ 500-ഉം ജീവനക്കാരുടെ എണ്ണത്തിൽ 2,500 പേരുടെയും കുറവുണ്ട്. 8,54,77,240 രൂപയുടെ ചരിത്ര വരുമാനം നേടുമ്പോൾ നേരത്തേതിനെ അപേക്ഷിച്ച് 1.5 ലക്ഷം കിലോമീറ്റർ കുറച്ചാണ് സർവീസ് നടത്തിയിട്ടുള്ളതെന്ന പ്രത്യേകതയുമുണ്ട്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 4,073 എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടിരിക്കുകയാണ് വരുമാനത്തിൽ വർധനയെന്ന് മാനേജ്മെന്റ് പറയുന്നു. 2019 അവസാനത്തോടെ പെൻഷൻ ഒഴികെയുള്ള എല്ലാ ചിലവുകൾക്കും പണം സ്വയം കണ്ടെത്താൻ കഴിയുമെന്ന തരത്തിൽ കോർപ്പറേഷൻ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ടോമിൻ തച്ചങ്കരി പ്രതികരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ സമരത്തിൽ പങ്കെടുത്തതിന് കന്യാസ്ത്രീക്കെതിരെ പ്രതികാര നടപടി. മാനന്തവാടി രൂപതയിലെ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കാണ് മദർ ജനറൽ നോട്ടീസ് നൽകിയത്. നാളെ ആലുവയിലെ മഠത്തിലെത്തി നേരിട്ട് വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. സമരത്തിൽ പങ്കെടുത്തതും സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചതും സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയതിനും ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതിനും വിശദീകരണം നൽകണം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കന്യാശ്രീ ലൂസി കളപ്പുരയ്ക്ക് സന്യാസിനി സമൂഹമായ FCC കോൺഗ്രിഗേഷൻ മദർ ജനറൽ നോട്ടീസ് നൽകിയത്. സിസ്റ്റർ ലൂസി കളപ്പുര പുസ്തകം പ്രസിദ്ധീകരിച്ചതും പുതിയ കാർ വാങ്ങിയതും അനുമതിയില്ലാതെയാണെന്നും നോട്ടീസിൽ പറയുന്നു. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കാനൂനിക നിയമപ്രകാരം നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ്.
സമരം സംബന്ധിച്ച് തന്റെ നിലപാടുകളിൽ മാറ്റമില്ലെന്നും വെല്ലൂരിലായിരുന്ന താൻ കഴിഞ്ഞ ദിവസം മാത്രമാണ് നോട്ടീസ് കൈപ്പറ്റിയതെന്നും സിസ്റ്റർ ലൂസി കളപ്പുര പറഞ്ഞു. ആരോഗ്യനില മോശമായതിനാൽ നാളെ ആലുവയിലെത്തി മദർ സുപ്പീരിയറിന് വിശദീകരണം നൽകില്ലെന്നും അവർ പറഞ്ഞു. ഞാൻ പോകുന്നില്ല, പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട്. ഒന്നാമത് ഞാൻ തെറ്റ് ഇക്കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നേരത്തെ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയോടും സമരത്തിൽ പങ്കെടുത്തതിന് എറണാകുളം അങ്കമാലി അതിരൂപത വിശദീകരണം തേടിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സിസ്റ്റർക്കും നോട്ടീസ് നൽകിയത്. ന്യൂസ് 18 കൊച്ചി. ശൈത്യകാലത്തിന്റെ മഞ്ഞും കുളിരും നിറഞ്ഞ മീശ പുലിമലയിൽ സഞ്ചാരികളുടെ തിരക്ക്. സഞ്ചാരികളുടെ വരവ് കൂടിയതോടെ KFDC വാഹന സൗകര്യവും ട്രക്കിംഗും അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ട് മനോഹരമായ സ്ഥലങ്ങളിൽ പ്രധാനമാണ് മീശപ്പുലിമലയും കൊളുക്കുമലയുമെല്ലാം. അതിശൈത്യം ആരംഭിച്ചതോടെ നിരവധി വിനോദസഞ്ചാരികളാണ് മൂന്നാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ട്രെക്കിങ്ങിനായി എത്തുന്നത് മീശപ്പുലിമലയിലേക്കാണ്. അതിരാവിലെയാണ് ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. 7.5 കിലോമീറ്റർ ദൂരം കാൽനടയായി താണ്ടി വേണം മീശപ്പുലിമലയിലെത്താൻ. മൂന്നാറിൽ ഇപ്പോൾ തണുപ്പ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ മീശപ്പുലിമലയാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന സ്ഥലം എന്നും കേട്ടു. നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നല്ലൊരു താമസ സൗകര്യം ഇവിടെ ഏർപ്പാട് ചെയ്യുന്നുണ്ട്, ട്രക്കിംഗ് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്. മഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. KFDCയുടെ നേതൃത്വത്തിലാണ് മീശപ്പുലിമലയിലേക്ക് ട്രക്കിംഗ് നടത്തുന്നത്. മൂന്നാറിൽ നിന്നും 25 കിലോമീറ്റർ ദൂരത്താണ് KFDCയുടെ ബേസ് ക്യാമ്പ്. ഇവിടെ നിന്നും 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ KFDCയുടെ റോഡോമെൻഷൻ കോട്ടേജിലെത്താം. ഇവിടെ നിന്നാണ് ട്രക്കിംഗ് തുടങ്ങുക. പ്രകൃതി മനോഹാരിതയ്ക്കൊപ്പം വന്യമൃഗങ്ങളും കാഴ്ചയുടെ വിരുന്നൊരുക്കി സഞ്ചാരികൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. സഞ്ചാരികളുടെ കടന്നുവരവ് വർദ്ധിച്ചതോടെ KFDC ഭക്ഷണവും താമസവും വാഹന സൗകര്യവും അടക്കമുള്ള പാക്കേജുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കുന്നതിനും നടപടി തുടങ്ങി. തീർത്തും പ്രകൃതി സൗഹൃദമായ ട്രക്കിംഗാണ് ഇവിടെ നടത്തുന്നത്. പ്രത്യേകമായി പരിശീലനം നേടിയ ഗൈഡുകൾ വിനോദസഞ്ചാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും സുരക്ഷയും നൽകി ഒപ്പമുണ്ട്. ന്യൂസ് 18 മൂന്നാർ. പ്രമുഖ ഭവന നിർമ്മാതാക്കളായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഹോം പദ്ധതിയിലെ ഭാഗ്യശാലികളെ തെരഞ്ഞെടുത്തു. ഗ്രൂപ്പിന്റെ ലക്ഷറി അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിയവരിൽ നിന്ന് 3 പേരെയാണ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. ഇവർക്ക് കൊച്ചിയിൽ ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റുകൾ സമ്മാനമായി നൽകി. ഇതിനു പുറമെ പുതിയ ഭാഗ്യ പദ്ധതിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു. ലക്ഷറി ഫ്ളാറ്റോ വില്ലയോ ബുക്ക് ചെയ്യുന്ന 150 പേരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 5 കുടുംബങ്ങൾക്ക് ഒരാഴ്ച ക്രൂസ് ഷിപ്പിൽ ഉല്ലസിക്കാനുള്ള അമേരിക്കൻ പാക്കേജാണ് സമ്മാനം.